അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബദർ യുദ്ധം എന്നുള്ള 12-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ മൊഡ്യൂളിലാണ് നമ്മൾ. ഹിജ്റ 2-ാം വർഷം റമളാൻ 17 വെള്ളിയാഴ്ച പ്രഭാതം. യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ദിനമാണിന്ന്. വിധി നിർണായക ദിനം. ഈമാനിന്റെ ചേരിയും കുഫറിന്റെ ചേരിയും ഏറ്റുമുട്ടുന്ന ദിനം. സത്യം അസത്യത്തെ കടപുഴക്കേറിയുന്ന ദിനം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മലക്കുകളെ ഇറക്കി സത്യവിശ്വാസികളെ ശക്തിപ്പെടുത്തിയ ദിനം. ഖുറൈശികളുടെ ഇടയിൽ നിന്നും അസ്വദ് ഇബ്നു അബ്ദുൽ അസദ് എന്ന് പറയുന്ന വ്യക്തി മുസ്ലിങ്ങളുടെ ജലശേഖരം തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇറങ്ങുകയാണ്. എന്നാൽ ആ ജലശേഖരത്തിന് അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അസദുല്ലാഹ്, അള്ളാഹുവിന്റെ സിംഹം എന്നറിയപ്പെടുന്ന ഹംസ റളിയല്ലാഹു അൻഹു അസ്വദിന്റെ കഥ കഴിച്ചു. അതോടെ മക്കക്കാരുടെ പക്ഷത്തു നിന്നും 3 പേര് മല്ലയുദ്ധത്തിനു വേണ്ടി മുന്നോട്ട് വരികയാണ്. ഉത്ബ ബിൻ റബീഅ, ഷൈബ ബിൻ റബീഅ, ഉത്ബയുടെ പുത്രനായ വലീദ് ബിൻ ഉത്ബ തുടങ്ങിയവരാണ് മുന്നോട്ട് വന്നത്. അന്നത്തെ പതിവനുസരിച്ച് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് മല്ലയുദ്ധം നടക്കാറുണ്ടായിരുന്നു. ശത്രുപക്ഷത്തിന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് മദീനക്കാരായ ചില യുവാക്കൾ മുന്നോട്ട് വരികയാണ്. എന്നാൽ ഉത്ബ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾക്കിവരെയല്ല ആവശ്യം, ഞങ്ങൾക്ക് തുല്യരായ ഞങ്ങളുടെ ആളുകളെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉബൈദ ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ മല്ലയുദ്ധത്തിനായി മുന്നോട്ട് വരികയാണ്. ഷൈബയെ വധിക്കാൻ ഹംസ റളിയല്ലാഹു അൻഹുവിനോ വലീദിനെ വധിക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനോ ഒട്ടും പ്രയാസപ്പെടേണ്ടി വന്നില്ല. എന്നാൽ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ ചാടി വീണ ഉത്ബയെ വധിക്കാൻ അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും സഹായിക്കേണ്ടി വന്നു. ഈ കാഴ്ച കണ്ടതോടെ ഖുറൈശി പട മുന്നോട്ട് കുതിക്കുകയാണ്. മുസ്ലിം സൈന്യത്തിന്റെ മുൻനിരയിൽ അണികളെ ശരിപ്പെടുത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിലയുറപ്പിച്ചു. യുദ്ധം ആരംഭിക്കുകയാണ്. ഖുറൈശികളുടെ എണ്ണക്കൂടുതലും സ്വന്തം സൈന്യത്തിന്റെ എണ്ണക്കുറവും സന്നാഹങ്ങളുടെ അപര്യാപ്തതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അലട്ടുന്നുണ്ട്. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മാറി നിന്ന് കഅബയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ ആരംഭിക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ ദൂതനെ നിരാകരിക്കുവാൻ ഖുറൈശികൾ ഇതാ അവരിൽപ്പെട്ട സകല അഹങ്കാരികളെയും കൊണ്ടുവന്നിരിക്കുന്നു. അതിനാൽ വാഗ്ദത്തം ചെയ്ത സഹായം എനിക്ക് ഇപ്പോൾ തന്നെ വേണം. ഈ കൊച്ചു സംഘം ഇന്ന് നശിച്ചുപോയാൽ നിനക്ക് ഇബാദത്ത് ചെയ്യുവാൻ ആരും ഈ ഭൂമിയിൽ അവശേഷിക്കുകയില്ല. ഇരുകരങ്ങളും ആകാശത്തേക്കുയർത്തി ദുആ ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ശിരോവസ്ത്രം നിലത്തു വീണു. പിറകിൽ നിന്നിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു അതെടുത്ത് ചുമലിൽ വെച്ചുകൊടുത്തു. എന്നിട്ട് വിളിക്കുകയാണ്, അല്ലയോ റസൂലേ, താങ്കളുടെ നാഥനെ ഇത്രയും വിളിച്ചാൽ മതി, താങ്കളോടുള്ള വാഗ്ദത്തം അള്ളാഹു നിശ്ചയമായും പാലിക്കും. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും 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 വിനയത്തോടെ ഭയഭക്തിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളെ അയച്ച് സഹായിക്കും എന്നുള്ള വഹി അവതരിച്ചതോടെ അദ്ദേഹത്തിന് സന്തോഷമായി. സൂറത്തുൽ അൻഫാലിന്റെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം മറുപടിയായി അവൻ അരുൾ ചെയ്തു, 1000 മലക്കുകളെ തുടരെ അയച്ച് ഞാനിതാ നിങ്ങളെ സഹായിക്കുന്നു. അതോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ അടുത്തേക്ക് തന്നെ എത്തുകയാണ്. എന്നിട്ട് അവർക്ക് ആവേശം പകരുകയാണ്. മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനിൽ സത്യം. പിന്തിരിഞ്ഞോടാതെ പ്രതിഫലകാംക്ഷയോടെയും സഹനത്തോടെയും ആര് ശത്രു സൈന്യത്തെ നേരിട്ട് വീരചരമം പ്രാപിക്കുന്നുവോ അവനെ നിശ്ചയമായും അള്ളാഹു സ്വർഗാവകാശിയാക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രഖ്യാപനം കേട്ടതോടെ മുസ്ലിങ്ങളുടെ ആത്മവീര്യം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. ആ പ്രഖ്യാപനം സ്വഹാബികളെ എന്തുമാത്രം സ്വാധീനിച്ചു എന്നതിന് ഒരു ഉദാഹരണമാണ് ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു. ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് കേട്ടതോടെ കഴിച്ചുകൊണ്ടിരുന്ന കാരയ്ക്ക പോലും എറിഞ്ഞു കളഞ്ഞിട്ട് വാളുമായി ശത്രുപക്ഷത്തേക്ക് പാഞ്ഞുകയറി യുദ്ധം ചെയ്ത് അദ്ദേഹം ഷഹീദായി. വിശുദ്ധ ഭവനത്തെയും അള്ളാഹുവിന്റെ മാർഗത്തെയും വിലങ്ങിയവർക്കെതിരിൽ മുസ്ലിങ്ങൾ സ്വയം മറന്ന് അഹദ് അഹദ് എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും ഒക്കെ ശത്രുനിരയിലേക്ക് തുളച്ചു കയറുകയാണ്. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉയരുകയാണ്. ഒരു ഭാഗത്ത് ഉമയ്യത്ത് ബിൻ ഖലഫിനെ ബന്ധനസ്ഥനാക്കാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നു. ഇത് കണ്ട ബിലാൽ റളിയല്ലാഹു അൻഹു അവിടേക്ക് പാഞ്ഞെത്തുകയാണ്. മക്കയിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ച് അവശനാക്കി മരുഭൂമിയിൽ ദേഹത്ത് കല്ലുകളുമായിട്ട് മരിക്കാൻ വിട്ടിരുന്ന അതേ ഉമയ്യത്ത് ബിൻ ഖലഫ് ബിലാൽ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളോട് വിളിച്ചു പറയുകയാണ്, അള്ളാഹുവിന്റെ സഹായികളെ, ഉമയ്യത്ത് സത്യനിഷേധികളുടെ നേതാവാണ്, അവൻ രക്ഷപ്പെട്ടാൽ പിന്നെ ഞാനില്ല. ഇതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉമയ്യത്തിനെ വധിക്കുകയാണ്.
ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു വശത്ത് മുആദ് ബിൻ അംർ ബിനുൽ ജമൂഹ് എന്ന് പറയുന്ന അൻസ്വാരി ബാലനും മറുവശത്ത് മുഅവ്വിദ് ബിൻ അഫ്ര റളിയല്ലാഹു അൻഹുമ എന്ന് പറയുന്ന അൻസ്വാരി ബാലനുമാണ്. യുദ്ധത്തിനിടയിൽ ഒരു ബാലൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് അബൂജഹലിനെ അറിയുമോ? മക്കയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയാൾ ഉപദ്രവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അയാളെ നേരിടണം എന്നുണ്ട്. താങ്കൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചു തരണം. ഇതേ ആവശ്യം തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ബാലനും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അബൂജഹലിനെ വധിക്കുന്ന വിഷയത്തിൽ അവർ തമ്മിൽ ഒരു മത്സരം ഉള്ളതുപോലെ തോന്നും. കുറച്ചു കഴിഞ്ഞ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ കാണുകയാണ്. തന്റെ ജനങ്ങളുടെ സംരക്ഷണ വലയത്തിനുള്ളിൽ നിൽക്കുന്ന അയാളെ ഈ ബാലന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതോടെ അവർ രണ്ടുപേരും അങ്ങോട്ട് കുതിക്കുകയും അവരുടെ വെട്ടേറ്റ് അയാൾ നിലം പതിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തോടെ മുസ്ലിങ്ങൾ വിജയം കൈവരിക്കുകയാണ്. അവശേഷിച്ച ഖുറൈശികൾ പിന്തിരിഞ്ഞോടുകയാണ്. 70 ഖുറൈശികൾ വധിക്കപ്പെട്ടിരുന്നു. 70 പേരെ മുസ്ലിങ്ങൾ ബന്ധനസ്ഥരാക്കുകയും ചെയ്തു. മുസ്ലിങ്ങളിൽ നിന്നും 14 പേർ ഷഹീദായി. അതിൽ 6 മുഹാജിറുകളും 8 അൻസാറുകളും ഉൾപ്പെടുന്നു. അറേബ്യൻ നാട്ടിൽ ഒന്നടങ്കം മുസ്ലിങ്ങൾക്ക് സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുത്ത, അറേബ്യയെ ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ അണിനിരത്താൻ വഴി തുറന്ന ബദർ യുദ്ധം ഇവിടെ അവസാനിക്കുകയാണ്. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഹാഷിം വംശത്തിൽപ്പെട്ട ആരെയും അതുപോലെ തന്നെ ചില ഖുറൈശി നേതാക്കളെയും വധിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. കാരണം മക്കയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മുസ്ലിങ്ങൾക്കും സംരക്ഷണം നൽകിയിരുന്നത് ഹാഷിം വംശമായിരുന്നു. അതുപോലെ തന്നെ ഉപരോധ സമയത്ത് ഉപരോധം നീക്കാനൊക്കെ മുന്നിട്ടിറങ്ങിയ ചില ഖുറൈശി നേതാക്കൾ ഉണ്ടായിരുന്നു. അബുൽ ബക്തരി തുടങ്ങിയവരൊക്കെ അതിൽപ്പെട്ടവരാണ്. അവരെ ഒന്നും വധിക്കരുത് എന്നുള്ള നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നൽകിയിരുന്നു. എന്നാൽ അവരിൽപ്പെട്ട ചിലർ ഈ ഒരു സൗജന്യം സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അബുൽ ബക്തരി അതിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങളുമായിട്ട് ഏറ്റുമുട്ടി മരണം വരിക്കുകയാണ് ഉണ്ടായത്. യുദ്ധം കഴിഞ്ഞ ആ രാത്രിയിൽ മുസ്ലിങ്ങൾ ബദറിൽ തന്നെ കഴിയുകയാണ്. ഖുറൈശികളുടെ ശവശരീരങ്ങൾ അവിടെ തന്നെ മറവു ചെയ്തു. 24 ഖുറൈശി പ്രമാണിമാരുടെ മൃതദേഹങ്ങൾ അവിടെയുള്ള ഒരു കിണറ്റിലേക്ക് ഇടുകയാണ് ചെയ്തത്. മക്കക്കാർ ഉപേക്ഷിച്ചു പോയ സ്വത്തുക്കൾ ശേഖരിച്ചും തടവുകാരെ ഉറക്കമിളച്ച് നിരീക്ഷിച്ചും ആ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും പടക്കളത്തിൽ തന്നെ കഴിച്ചുകൂട്ടുകയാണ്. അന്ന് അവിടെ മറമാടിയ ഖുറൈശി പ്രമാണിമാരുടെ പേരുകൾ വിളിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അല്ലയോ മറമാടപ്പെട്ടവരെ, അല്ലയോ ഉത്ബ ബിൻ റബീഅ, ഷൈബ ബിൻ റബീഅ, അല്ലയോ ഉമയ്യത്ത് ബിൻ ഖലഫ്, അബൂജഹൽ ഇബിൻ ഹിഷാം, നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങളോട് ചെയ്ത വല്ല വാഗ്ദാനവും സത്യമായി പുലർന്നുവോ? എന്നാൽ എന്റെ രക്ഷിതാവ് എന്നോട് ചെയ്ത വാഗ്ദാനം ഇതാ യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുന്നു. ഇത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ദൂതരെ, താങ്കൾ ആത്മാവില്ലാത്ത ജഡങ്ങളോടാണല്ലോ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി പറയുകയാണ്, ഞാൻ പറയുന്നത് അവരെക്കാൾ നന്നായി നിങ്ങൾ കേൾക്കുന്നില്ല, എന്നാൽ മറുപടി പറയാൻ അവർക്ക് കഴിയില്ല എന്ന് മാത്രം. ഈ സമയം അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്ന ഉത്ബ ബിൻ റബീഅയുടെ മകൻ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നു. എന്നാൽ പിതാവ് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു വളരെ ദുഃഖിതനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, പിതാവിന്റെ ദുർഗതിയിൽ താങ്കൾക്ക് ദുഃഖമുണ്ടോ അബൂ ഹുദൈഫ? അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, എന്റെ പിതാവിനെ ബുദ്ധിമാനും ശ്രേഷ്ഠനും വിവേകശാലിയുമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. ആ ഗുണങ്ങൾ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് മാർഗദർശനം ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഈ ഗതി വന്ന് ഭവിച്ചത് കണ്ടപ്പോൾ എന്റെ പ്രതീക്ഷയ്ക്ക് തികച്ചും വിരുദ്ധമായി സത്യനിഷേധിയായി തന്നെ അദ്ദേഹം മരണമടഞ്ഞു പോയല്ലോ എന്നാണ് ഞാൻ ഓർത്തത്. അതാണ് എന്റെ ദുഃഖവും. ഈ മറുപടി കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. നിരവധി രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ബദറിന്റെ താഴ്വരയിൽ മുസ്ലിങ്ങൾ വിശ്രമിക്കുകയാണ്. അടുത്ത പ്രഭാതത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു തർക്കം ഉടലെടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് അടുത്ത മൊഡ്യൂളിൽ നമുക്ക് സംസാരിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.